20 ദിവസമായിട്ട് മാത്രമാണ് അർസിമിനെ പറ്റി വിശദമായി കേൾക്കുകയും അത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ ഒരു 20 ദിവസമായിട്ട്. ഈ 20 ദിവസം കൊണ്ട് എനിക്ക് ആ 20 ദിവസത്തിന് മുൻപ് മാഡം പറഞ്ഞില്ലേ പണ്ടത്തെ ആരോഗ്യവും ഇപ്പോഴത്തെ ആരോഗ്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ വളരെയധികം ശാരീരികമായിട്ട് ക്ഷീണിച്ചിരുന്നൊരവസ്ഥയായിരുന്നു ആർസിഎമ്മിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ വരുമ്പോൾ. കാരണം ഞാൻ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിലായിട്ട് അവിടെ വെച്ച് പ്രൊഫഷനായി അവിടുന്ന് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. പിന്നെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 മക്കളുണ്ട്. 3 പേരും വലിയവരാണ്. പക്ഷെ അവരെല്ലാം വിദേശത്താണ്. ആരും എൻ്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും മറ്റാരെങ്കിലും ഉള്ള സഹായമല്ലാതെ സ്വന്തമായിട്ട് എനിക്കൊന്നും ചെയ്തു തരാൻ പോലും ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്കൊരു വീട്ടിൽ ഞാൻ ജീവിക്കുകയാണ്. കുടുംബങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഒരാൾക്കും ഒരാളെയും ശ്രദ്ധിക്കാൻ സമയമില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കാനും അവരവർക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ നാട്ടുകാരുടെ കുറ്റം പറയാനും ഒക്കെയാണ് എല്ലാവരും സമയം കണ്ടെത്തുക. ഒരിക്കലും മറ്റൊരാളെ ഏതെങ്കിലും തരത്തിൽ മാനസികമായോ ശാരീരികമായോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരാളും തയ്യാറാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. അതിനു മുൻപ് തന്നെ ആർസിഎമ്മിനെ പറ്റി കേട്ടത് ഡോക്ടർ അലീം സാറ് എൻ്റെ സുഹൃത്താണ്. സാറിനോട് പറഞ്ഞു, ലീലാമാരി ഇതൊന്നും നോക്കി നോക്ക്. അന്ന് എനിക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ഒന്ന് നോക്കി നോക്ക്, വെറുതെ ഇരിക്കല്ലേ, ഇപ്പം ജോലിക്കൊന്നും അധികം പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നോക്കി നോക്കെന്ന് പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഐഡിയ ഒക്കെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, വർക്ക് ചെയ്ത് തുടങ്ങിയോ പറഞ്ഞു. 3-ാമത്തെ ആഴ്ചയിൽ അനിതയുടെ നമ്പർ തന്നു. അനിതയുടെ നമ്പർ തന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ സാറിൻ്റെ 70ാം പിറന്നാളാണ്. ഞങ്ങളെല്ലാവരോടും ഒത്തുകൂടി. പക്ഷേ ഇവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് ഓടിപ്പോരുന്ന ഒരു ടൈമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറൊരു മീറ്റിങ്ങിന് പോയിട്ട് അവിടെ നിന്നാണ് ഈ ഫംഗ്ഷനിലേക്ക് വന്നത്. തിരിച്ചെനിക്ക് രാത്രിക്ക് പോരേണ്ടി വന്നു. അത് പിന്നെ ഞാൻ ആ കഥയെ വിട്ടു. ആർസിഎമ്മിൻ്റെ ഐഡിയ വെച്ചതും വിട്ടു. ആർസിഎമ്മും മറന്നു, എല്ലാം മറന്നു, എല്ലാം മറന്നു. ഒരു മാസം മുമ്പ് ഒരു ദിവസം നമ്മുടെ ഒരു വിളിയാണ്, ചേച്ചി ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ചേച്ചി വരണം. അന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല. എന്തോ പ്രത്യേക കാരണം ഉണ്ടായി. അത് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 8-ാം തീയതിയുള്ള പ്രോഗ്രാം നടക്കുന്നത്. 8-ാം തീയതി പ്രോഗ്രാമിന് ഞാൻ രാവിലെ എത്തി. പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് സുരേഷ് സാറിനെ കണ്ടു. വൈകുന്നേരം ആയപ്പോൾ ഞാൻ സുരേഷ് സാറിനോട് ഒരു 2 മിനിറ്റാണ് എനിക്ക് കിട്ടിയത്. സംസാരിച്ചു. സാറ് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നു, ഇതൊക്കെ മേടിച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. സാറിന് സംസാരിക്കാൻ നേരമില്ല. സാർ പോവുകയും ചെയ്തു. പക്ഷെ അന്ന് തന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ ഒരു ദിവസം കൂടി എൻ്റെ വീട്ടിൽ നിന്നു. എന്നിട്ടാണ് ഇപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കൊരു 1 വീക്ക് അല്ലേ, 8 ദിവസം കൊണ്ട് കഴിഞ്ഞുള്ളൂ. നമ്മളുടെ പ്രോഗ്രാമിൽ തന്നെ ഞാൻ ആ കാര്യം പ്രസൻറ്റ് ചെയ്തതാണ്. ഗ്രൂപ്പിൻ്റെ ഇതിൽ സൂം മീറ്റിങ്ങിൽ തന്നെ ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് ഞാനത് അഭിമാനത്തോടെ പറയുകയാണ്. അതേപോലെ തന്നെ അത്രയും സന്തോഷത്തോടെ പറയുകയാണ്. ആ ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് എന്നെ ഇന്നിവിടെ നിന്ന് സംസാരിക്കാവുന്ന രീതിയിലാക്കിയത്. അതെനിക്ക് നല്ല ആരോഗ്യപരമായി അത്ര ചേഞ്ചിങ് വന്നു എനിക്ക് ഈ 10 ദിവസം കൊണ്ട്. ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല, ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, കൂടുതൽ സമയം മൂഡ് ഓഫായിരുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ശരിക്കും ഉറക്കം കിട്ടില്ല. വെള്ളം കുടിക്കലല്ലാതെ മറ്റാഹാരങ്ങളൊന്നും കഴിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഒരു മാസമായിട്ട് പോയിരുന്നത്. എൻ്റെ 6 കിലോ വെയിറ്റാണ് എന്നെ പറഞ്ഞത്. അപ്പം എൻ്റെ മോനെന്നോട് പറഞ്ഞു, 6 കിലോ വെയിറ്റ് പറഞ്ഞത് നന്നായി, പക്ഷെ എനിക്കെടുക്കാൻ പറ്റാത്ത പുരോഗത്തിനായിപ്പോയാൽ രക്ഷയില്ലാട്ടോ എന്ന് പറഞ്ഞു. അവരവിടെ ഇരുന്ന് പറയുന്നതല്ലാതെ അവർക്ക് വേറെ ഇവിടെ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. വേണമെങ്കിൽ പൈസ തരാം, അതിൽ കൂടുതലൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ചെന്നിട്ട് പ്രോഡക്റ്റ് കാണിച്ചു കൊടുത്തു. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 3-4 ദിവസമായി. ഇത് കണ്ട ഉടനെ അതിൻ്റെ ഫോട്ടോ എടുത്തു, എന്താ പറയുക, ഗൂഗിളിൽ നോക്കി കുറേ കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കിഡ്നി അടിച്ചു പോയാൽ എന്നോടൊന്നും പറയും. ഞാൻ പറഞ്ഞു ഇതിൻ്റെ മാർഗം ഞാൻ പിന്നീട് പറയാം, ഇപ്പോൾ പറയുന്നില്ല. 1 മാസം കഴിയുമ്പോൾ വരും. ആ 1 മാസം കഴിയുമ്പോൾ വരുമ്പോൾ വേണം ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാം. ജൂൺ 26-ന് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ പറ്റിയത് കൊണ്ട് തന്നെ ഞാനിതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ബിസിനസ്സിൻ്റെ മാത്രം മൂഡിലല്ല, നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുണ്ട്. ഇന്ന് കുറച്ച് സമയം പോയി കിട്ടും, ഒപ്പം തന്നെ എനിക്കതിൽ നിന്നൊരു വരുമാനം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കൂടുതലായിട്ടും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇത് ചെയ്യാൻ പറ്റും. അടിച്ചു പൊളിച്ച് ജീവിക്കുക അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് ആ ഒരു ചേഞ്ചിങ് മെൻ്റലി ഞാൻ ഒരുപാട് ഡെസ്പായി പോയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറ്റം എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷേ നമ്മൾ ആ 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമും കൂടി കഴിഞ്ഞതോടുകൂടി കുറച്ച് ഫ്രണ്ട്സിനെയും കൂടി കൂടുതൽ കിട്ടും. ഇനിയിപ്പോൾ ഇടയ്ക്കൊന്ന് എല്ലാവരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയ ഗുണം. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് അല്ലാതെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. അത് പറയേണ്ട ഒരു സമയമല്ലല്ലോ, എല്ലാവർക്കും നന്നായിട്ട് വെച്ചിട്ടുണ്ടാവും. എനിക്ക് വെച്ചിട്ടുണ്ട്. ചോറ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാൻ. മാഡത്തിൻ്റെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മാഡത്തിൻ്റെ ക്ലാസ് കേൾക്കാനും മാഡത്തിനെ ഒന്ന് നേരിട്ട് കാണാൻ കൂടിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിനിഞ്ഞാന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഈ പ്രോഗ്രാമിനെ പറ്റി കോവലജി പറയും എന്ത് പറഞ്ഞു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വീട്ടിൽ നിന്നു. അങ്ങനെ അതൊരു എന്താ പറയുക, ഒരു സുഖകരമായ നിൽപ്പാണ്. ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് കഴിക്കാം, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക കൂടി യോജിച്ച് ജീവിക്കുന്ന ഒരു സന്തോഷം ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്ക് അതുണ്ട്. ഒപ്പം തന്നെ മഴ വരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് സംസാരിച്ച അന്ന് ഞാൻ സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. പേഴ്സണലായിട്ട് പപ്പയോട് ഇച്ചിരിയാണ് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മളിപ്പോൾ ഇത് ആരോഗ്യ മേഖലയായതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് സത്യം പറഞ്ഞാൽ അറിയാത്തത്. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് അത്രയും നമ്മുടെ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോകാതിരുന്നത്. പക്ഷെ അതെനിക്ക് വലിയ അസറ്റായിട്ട് തന്നെ ഞാൻ കാണുന്നു. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ നന്ദി പറയുകയാണ് എല്ലാവരോടും. എനിക്കൊരു ജീവിതം തിരിച്ചു തന്നതുപോലെയാണ്. ഇനിയൊന്നുമില്ല എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്ന ദിവസങ്ങളായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് RCMന് നന്ദി പറയുന്നതോടൊപ്പം RCMനെ അതേപോലെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.